ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ന്യൂ വീഡിയോ. ജസ്റ്റ് എൻ്റെ ഒരു ഫസ്റ്റ് ബ്ലോഗായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ജസ്റ്റ് മെമ്മറിക്ക് വേണ്ടി എടുക്കുന്നില്ല, പ്രത്യേകിച്ച് ഒരു ഹൈപ്പൊന്നും ഇല്ലാത്ത വീഡിയോ ആണ്. ജസ്റ്റ് ഞാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എറണാകുളത്ത് പോകാൻ പ്ലാൻ ചെയ്തു. എറണാകുളത്ത് മീൻസ് എൻ്റെ കോളേജിൽ പഠിച്ച കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ജസ്റ്റ് എറണാകുളത്ത് പോവുക, അവരൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുക, കുറച്ച് ഔട്ടിങ് പോവുക എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയ വീഡിയോ ഒരു യാത്രയാണ്. രാവിലെ തന്നെ ഒരു വലിയ ഇൻട്രോയൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ എല്ലാം നടന്നില്ല. രാവിലെ ട്രെയിൻ ലേറ്റ് ആയപ്പോഴെന്ന് ഓർത്തു, പെട്ടെന്ന് കുളിച്ചൊരുങ്ങി വന്നു. പക്ഷേ ട്രെയിൻ അരമണിക്കൂർ ഡിലേ. അപ്പോൾ ആ ഇൻട്രോ ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇറ്റ്സ് മീ കെവിൻ. മിക്കവാറും വീഡിയോ പാളിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഫോർവേഡ് എടുക്കാൻ മറന്നുപോയി, ക്യാമറയുടെ കവർ എടുക്കാൻ മറന്നുപോയി. ക്യാമറ കവർ ഇല്ലെങ്കിൽ ക്യാമറ പെട്ടെന്ന് ഓവർ ഹീറ്റ് അടിക്കും, ക്യാമറ ഓഫ് ആയിപ്പോൾ ഷട്ട് ഡൗൺ ആവും. അതാണ് ഈ ക്യാമറയുടെ വേറൊരു പ്രശ്നം. എന്താണെന്നറിയില്ല, എങ്കിലും പോയി നോക്കാം. പവർ ബാങ്ക് ഇവിടെ നിന്ന് ഒപ്പിക്കാമെന്ന് വെച്ചു. ബാക്കി വീഡിയോ പറ്റി. അങ്ങനെ കൗണ്ടറിൽ ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് 10 രൂപ. മാരരിക്കണം ജംഗ്ഷൻ ടു എറണാകുളം സൗത്ത് തന്നെ 10 രൂപ ടിക്കറ്റ് എടുത്തു. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അറ്റ് മാരരിക്കണം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നീണ്ട ഒരു അരമുക്കാൽ മണിക്കൂർ കാത്തിനു ശേഷം ലാസ്റ്റ് ട്രെയിൻ എത്തി. ബാക്കി വീഡിയോ ട്രെയിനിൽ നിന്ന് കാണാം. അങ്ങനെ ഒരു സൈഡ് സീറ്റ് കിട്ടി ലോക്കൽ ട്രെയിനിൽ ആദ്യമായിട്ട്. ഞാൻ ആദ്യം ലോക്കൽ ട്രെയിനിൽ പോയിട്ടില്ല, ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ടില്ല. സീറ്റ് കിട്ടി. ആദ്യം തന്നെ ഫോൺ പ്ലഗ് ചെയ്തിട്ട് ഫോണിന് ചാർജ് ഉണ്ടായില്ല. ഇങ്ങനെ ട്രെയിനിൽ കയറി വീണ്ടും ഒരു 10 മിനിറ്റ് വണ്ടി പിടിച്ചിട്ട് എന്തോ ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രെയിൻ പതിയെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നേരെ എറണാകുളത്ത് വെച്ചിട്ട് കാണാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ടാബ് നോക്കിയിരുന്നു, പിന്നെ പുറത്തേക്ക് കാഴ്ച കണ്ടിരുന്നു, പിന്നെ വീഡിയോകൾക്ക് വേണ്ടിയുള്ള ബാക്കിയുള്ള പരിപാടികൾ സെറ്റ് ചെയ്തു. അങ്ങനെ അവസാനം കുറേ കഴിഞ്ഞ് എറണാകുളം എത്തി. അങ്ങനെ വീണ്ടും ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ട്രെയിൻ കണ്ട് നിർത്തിയത് പ്ലാറ്റ്ഫോം നമ്പർ 3. എൻ്റെ ഫ്രണ്ട്, അതായത് ഇടുക്കിയിലുള്ള ഫ്രണ്ട് വന്നത് പ്ലാറ്റ്ഫോം നമ്പർ 6. അവൾ എന്നെ ഒന്നൊക്കെ 3ലേക്ക് പോയി, ഞാൻ അവിടെ നിന്നൊക്കെ 6ലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും 2 വഴിക്ക്. അപ്പോൾ ഞാൻ 6ൽ വെയിറ്റ് ചെയ്യുവാണ്. അതെ, പിന്നെ അവൾക്ക് വേണ്ടി അവളിപ്പോൾ 3ലേക്ക്, പക്ഷേ 3ന്ന് 6ലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് പോസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇതാണ് ഇടുക്കിക്കാർ. ഇടുക്കിക്കാരില്ല, ഇടുക്കിയിലൊരുത്തി വന്ന് പെട്ടുപോയ അവസ്ഥ ട്രെയിൻ കണ്ടിട്ട്. ഫൈനലി ആളെ കിട്ടി. ഇതാണ് ഇടുക്കിയിലുള്ള ആള്. ഭയങ്കരയുള്ള അവസ്ഥ. അവിടെ എത്തിയപ്പോഴേക്കാണ് അവള് പറഞ്ഞത് അവളുടെ ബ്രദറിൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി അപ്പുറത്തൊരു ഓഫീസ് വരെ പോകണം. ബാക്കി അങ്ങോട്ടൊരു യാത്ര. ഇവിടെ എത്തിയപ്പോഴേക്കും എന്തോ ഒരു ഏജൻസിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന കാര്യത്തിലാണ് ടെമ്പററി പോസ്റ്റിങ്ങിന് വേണ്ടി.
ഇതാണ് എറണാകുളത്ത് വഴിയറിയാണ്ട് വന്ന അവസ്ഥ അല്ലേ ഹെലിനെ. നടന്നും അടുത്ത് ഓൾമോസ്റ്റ് എത്താറായി. ഇതാര് അവസാന ഏജൻസിയിലെത്തി. ഇടുവല്ല ഈട്ടോക്കല്ലേ, ഈട്ടോ. ഭ്രാന്ത് ബാബു. നമുക്ക് പോയിട്ട് ഓർഡർ ചെയ്ത വാട്ടർ മെലനും പൈനാപ്പിളും കുച്ച. ഓ ഇനി അവിടുന്ന് വെള്ളം കൊടുത്തു. ബാക്കി എങ്ങോട്ടാ പോണേ? അന്നമ്മയുടെ വീട്ടിൽ നിന്ന് ചോറും കറി കിട്ടുന്ന പ്രതീക്ഷയിലാണ്. ഒഴുകുമീനാ അവളുടെ വീട്ടിൽ നിന്ന് ചോറും കറി ഉണ്ടെന്നാണ് പോണത്. അതേക്കാലം ഞങ്ങൾ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇനി പള്ള നടക്കാം. ഒരു ഓട്ടോ പോലും നിർത്തുന്നില്ല. ഓട്ടോ അവസാനം ഓട്ടോ കിട്ടി. ബിവറേജ് അല്ലേ? ത്രിവേണി ബിവറേജിക്ക് ഓപ്പോസിറ്റ്. അറിയോ നമ്മളെങ്ങോട്ടാ പോകുന്നേ? ത്രിവേണി താവളമേ ത്രിവേണി ബിവറേജിന്റെ താഴത്തേക്കാണ് പോകുന്നത്. അന്നമാസ വീട്ടിൽ ഇല്ലടാ. 100 ഉണ്ടോ? അത്ര ഉണ്ടോ? ഇതാണ് ഞങ്ങളുടെ ലാൻഡ്മാർക്ക്. കടവന്ത്ര ത്രിവേണി ബിവറേജിന്റെ ഓപ്പോസിറ്റുള്ള വീട് അല്ലേ നമ്മുടെ താവളം. ഞങ്ങളിപ്പോൾ എറണാകുളത്ത് വരുന്നു. എപ്പോഴില്ല ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. സ്വന്തം വീട് പോലെ ഹലോ ആരാടാ? നാളെ എനക്ക് അല്ലേ അമ്മച്ചി ആൻമേരിയുടെ അമ്മച്ചി. ഞാക്കണ്ടി ഫുഡ് ഉണ്ടാക്ക. എന്റെ ബാഗ് ലൈറ്റ് ഇട്ടാലോ? ഇത് കുത്തിയിട്ട് പോയി
മുതലിട്ട് അവന്മാരൊക്കെ ഇട്ട് പോയപ്പോൾ ട്രിപ്പിന് മുന്നുള്ള വീഡിയോ ഫോട്ടോ. ഇത് നമ്മളെല്ലാരും കൂടെ ഇത് ഗ്രാജുവേഷൻ. ഇത് ഓണമാണോ? ഇത് ആർട്സ്. ഇത് ഞങ്ങളെല്ലാരും കൂടെ പള്ളിപ്പെരുന്നാൾ കൂടാൻ വന്നത്. ഇതാണ് അലമ്മോൻ ഉണ്ണിക്കുട്ടൻ ഫ്രം വെയിൽസ്. ഇനി ഒരു സ്പെഷ്യൽ ഇവന്റിന്റെ ഫോട്ടോ ഉണ്ട്. ഇതാണ് തോമസിന്റെ ബർത്ത്ഡേയുടെ ഫോട്ടോ. ഞങ്ങളെല്ലാം ആലപ്പുഴ ബീച്ചിൽ അവന്റെ കേക്ക് വെട്ടി സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ട്രിപ്പ് പ്ലാൻ ചെയ്ത ആളുടെ വീട് എറണാകുളത്താണ്. ഇവിടെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്നു, ഇവള് ഇടുക്കിയിൽ നിന്ന് വന്നു രാവിലെ. എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്ത ആൾ കോട്ടയത്ത് പോയി രാവിലെ തന്നെ പോസ്റ്റ്. ഇനി അവൾക്ക് വേണ്ടി അവളുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യണം. ഇത് അവളുടെ ബ്രദർ. ഇവിടെ വന്ന് കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങോട്ട് പോകണം. വർക്ക് ചെയ്യുന്നില്ല. പോകോ. എന്താണിത്? അപ്പൻ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. കുക്കറില്ല. എന്തോ ബീഫോ ചിക്കൻ എന്തോ. മീൻ കുക്കറ് വെക്കില്ലല്ലോ. മുട്ടറ്റോ സാമ്പാർ. അങ്ങനെ അവസാനം ആൻമരിയ വീട്ടിലെത്തി. ഞങ്ങൾ കടമക്കുടിയിലേക്ക് പോവുകയാണ്. 3 വരെ പോകുന്നത്, അതുകൊണ്ട് ചാൻസ് ഉണ്ട്. പക്ഷെ നോക്കാം. ബൈ, കാണാം. അങ്ങനെ കടമക്കുടിക്ക് യാത്ര തിരിച്ചു. അല്ല, പോവല്ലേ? അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? പോവല്ലേ? എടുത്തില്ലെന്ന് എടുക്കുന്നോ? പെട്രോൾ അടിക്കാൻ പോവുകയാണ് ഗൈസ്. എന്താ ടുണ്ടു അടിക്കുന്നത്? ഫുള്ളങ്ങല്ല 1200 റിച്ച്. ഷീസ് റിച്ച്. സാധ്യം പോലും പറഞ്ഞില്ല. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ കാണാൻ വലിയ രസമില്ല കേട്ടോ.
കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ചരി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. ആ കാണുന്നതാണ് കടമക്കുടി. നമ്മൾ അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്നാണ് ഇവൾ പറയുന്നത്, എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ എന്താ സ്പെഷ്യൽ? അവിടെ നല്ല വെയിലാണ് ഗായ്സ്, അതുകൊണ്ട് കയാക്കി നമ്മൾ മഴ നനയാതെ അടിപൊളിയായിട്ട് തഴഞ്ഞു പോവാം. തോമസിനെയാണ് ഞങ്ങൾ സ്റ്റാൻഡിങ് കയാക്കിങ്ങില് പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങൾ പാവങ്ങൾ ഇരുന്നുള്ളത്. ഞാൻ നിങ്ങൾ എന്നാ മതി, ഹൈറ്റ് കൊള്ളാതുകൊണ്ട്. ഞങ്ങൾ എത്താറായിട്ടുണ്ട്. വണ്ടി കിട്ടിയത് പോലെ എത്താറായിട്ടുണ്ട്. പേരെന്താ നീ പറഞ്ഞ? കമ്മടക്കുടി കമ്മടക്കുടി സേവിയേഴ്സ് ആണോ? നീല സേവിയറിനാണോ? സേവിയേഴ്സ് ഫാംസ്. ഫാമിലല്ലല്ലോ ഇത്. ആ ചേട്ടനോ? ആ ചേട്ടനാണോ കയാക്കിന്റെ ആള്? ഇതാണ് നമ്മുടെ കയാക്കിങ്ങിന്റെ ആള്. ചേട്ടൻ നമുക്ക് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. ഗൈസ് ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാണ്. കുളത്തിൽ ചാടിക്കാതെ പാർക്ക് ചെയ്യൂ. എടാ പാലം കേറുന്ന വണ്ടി അല്ല, അതിന് മുന്നേ പാർക്ക് ചെയ്യാനാ പറഞ്ഞത്. അങ്ങനെ ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് വണ്ടി പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാർ ഇവിടെ എടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോൺ വീഡിയോസൊക്കെ നാവികപ്പാലം. ഞങ്ങൾ സീക്രട്ട് റൂട്ട്സ് എന്നൊരു ടീമിൻ്റെ കൂടെ പോയത് കയാക്കിങ്. അവർക്ക് 3 കാറ്റഗറി ഉള്ളത് ആകെ ഈ കയാക്സ്. ഒന്ന് സിംഗിള്, ഡബിള്, സ്റ്റാൻഡിങ്. ഞങ്ങൾ എടുത്തത് ഒരു സ്റ്റാൻഡിങ്ങും ഒരു ഡബിളും എടുത്തത്. അടിപൊളിയായിരുന്നു അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അവിടുത്തെ സേഫ്റ്റി ഗിയേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റൈറ്റ് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കയാക്ക് റൈറ്റിലേക്ക് തന്നെയായിരിക്കും തിരിയുന്നത്. എങ്ങനെ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം.
വെള്ളം അതിൻ്റെ ഉള്ളിൽ വെക്കാം. വെള്ളം ഇത് നമ്മുടെ അല്ലല്ലോ ഇത്. ഞങ്ങളുടെ ബാഗ് മുന്നേറും. ഞങ്ങളുടെ വണ്ടി അവിടെ ഒരു ഡബിൾ ഉണ്ട്. ആ ഒരു ഡബിളും ഉണ്ട്. ഞാൻ ഫ്രണ്ടിൽ അവിടെ കയറട്ടെ. എന്നാ നീ കയറിക്കോ. ആ വെള്ളമൊന്നും പറ്റില്ലായിരിക്കും. ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചതായി ജസ്റ്റ് ഒരു കൈ ഇവിടെ വെക്കുക, ബാക്കിലേക്ക് നേരെ ഇരിക്കുക, കാലിൻ്റെ അടുത്ത് വെക്കുക. ശരി, ഇവിടേക്കാണ് അത് ഉള്ളിലേക്കാണ്. ആ ഓക്കെ ഓക്കെ. റൈറ്റിലേക്ക് ആദ്യം വെച്ചോ, എന്നിട്ട് ലെഫ്റ്റ് വെച്ചോ, രണ്ട് സൈഡും പിടിച്ച് നേരെ. ഓക്കെ അല്ലേ? കഴിയുമ്പോൾ രണ്ടുപേരും സെയിം. അതെ അതെ, രണ്ടുപേരും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ. ബാക്കിൽ നിന്ന് റൈറ്റിൽ ലെഫ്റ്റ്. അയ്യോ ആ റൈറ്റ് അല്ലേ? ഇത് ലെഫ്റ്റ് അല്ലേ? അത് റൈറ്റ് അല്ലേ? ആ കൊള്ളാല്ലേ അൻവരെ? ഹൈറ്റ് കൂടിയത് കൊണ്ടും അല്ലേ വെയിറ്റ് ഉള്ളത് കൊണ്ടും എന്നെ ഒരു ബാക്ക് നിർത്തി. അതുകൊണ്ട് ഇവള് മറിയ എനിക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇവലെ ലെഫ്റ്റ് വിട്, ലെഫ്റ്റ് റൈറ്റിലേക്ക് ലെഫ്റ്റ് വിടാ, ലെഫ്റ്റ് തൊഴാ. എടി ലെഫ്റ്റ് തുഴഞ്ഞ റൈറ്റിലേക്ക് പോകും, റൈറ്റ് പറഞ്ഞ ലെഫ്റ്റിലേക്ക് പോകും, അങ്ങനെ പറഞ്ഞവർ. റൈറ്റ് തൊടാ, റൈറ്റിലേക്ക് തൊടാ, റൈറ്റ് തൊഴയി, അപ്പം ലെഫ്റ്റിലേക്ക് കണ്ടാ. എടേ ഞാൻ ഇടിക്കത് മുന്നേ ആള് പോകുന്നുണ്ട്. സ്പീഡ് കുറച്ച് കൂടി പോയാൽ
തുഴഞ്ഞേണ്ട അവസ്ഥ കണ്ടല്ലോ നേരത്തെ, അതുകൊണ്ട് തുഴയണ്ടെന്ന് പറഞ്ഞ. അത് നല്ല പട്ടികൾ. പിന്നെ തുഴഞ്ഞൊരു 1 കിലോമീറ്റർ ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് ചായ കിട്ടി. ഞങ്ങൾക്ക് ചായയും പഴംപൊരിയാണ് ഞങ്ങൾക്കൊന്ന് കിട്ടിയത്. അവിടെ നിന്ന് എല്ലാവരും ചായ കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ നേരെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് കായലിലേക്ക് ഇറങ്ങാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ അവസാനം വാട്ടർ ആക്ടിവിറ്റി ഉള്ള ഏരിയയിലേക്ക് എത്തി. അവിടെ എന്ന് പറയുമ്പോഴേക്കും മതി ആവില്ല, ഓൾമോസ്റ്റ് 2 മീറ്ററൊക്കെ ഉള്ളു മാക്സിമം ആകും ആ ഞങ്ങൾ പോയ സമയത്ത്. പിന്നെ ക്ലൈമറ്റും ഓക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങി കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കുറേ പേര് നീന്തി. ഭയങ്കര രസമായിരുന്നു അവിടുത്തെ ആ ടൈം. അങ്ങനെ അവസാനം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു. എൻ്റെ ക്യാമറ വേറൊരു ഗൈഡിൻ്റെ കയ്യിലായതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ബ്രോ പോകണം. അങ്ങനെ അവസാനം കടമക്കുടി ഇപ്പോൾ കയക്കം കഴിഞ്ഞതാ വന്ന് ഫ്രഷായി. ഇനി ഇങ്ങോട്ട് പോണേ ഫുഡ്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയില്ല. എത്തിക്കുന്നത് മറൈൻ ഡ്രൈവ് ക്യൂൻസ് വേ വാക്ക്. എടിങ്ങനെ പറഞ്ഞേ. ഹലോ ഗൈസ്, ആൻഡ് ഫൈനലി കയക്കം കഴിഞ്ഞു. ഫുഡ് അടിക്കാൻ വേണ്ടി പുറത്തു പോയി. അതിൻ്റെ വീഡിയോസൊന്നും കിട്ടിയില്ല. ആൻഡ് ഫൈനലി ഇന്നത്തെ വ്ളോഗ് ഇത് കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. കെവിൻ പേര് പറ. എവ്ലിൻ, ബൈ.